ഈസ്റ്റർ മാത്രമല്ല, ഒട്ടുമിക്ക വിശേഷ ദിവസങ്ങളിലും ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ പേരൻറ്സ് രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ എണീറ്റ് ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഞങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി ഫുള്ള് റെഡിയാക്കി വെക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈസ്റ്റർ, ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നൈറ്റ് പള്ളിയിലെല്ലാം പോയിട്ട് വെളുപ്പിനെ വന്ന് കിടന്നിട്ട് പിന്നെയും കുറച്ച് നേരം ഉറങ്ങി എണ്ണീട്ടാണ് അവർ പാചകമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഈസ്റ്ററിന് ഞാൻ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം നമുക്ക് വീട്ടിൽ നോക്കിയാൽ മതി, ലഞ്ച് എന്തായാലും നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്ത് ChatGPT-യോടൊക്കെ ചോദിച്ചു ഫൈനലി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച ഒരു റെസ്റ്റോറൻ്റാണ് ഗ്രാൻഡ് എൻട്രി എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ്. ഐ നോ ഇത് കോട്ടയത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ ഞാനങ്ങനെ ഒരു ഭയങ്കര ഫുഡി അല്ലാത്തതുകൊണ്ടും അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ ഇവിടെ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഒരുപാട് ഡിഷസ് ഉണ്ടെങ്കിലും നമ്മളിത് കഴിക്കാൻ പോകുന്നത് വത്തിക്കാൻ മീൽസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വന്നപ്പം ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി നോൺ ആൽക്കഹോളിക് വൈനാണ്. കുടിച്ചപ്പോൾ അമ്മയുടെ മുഖം കണ്ടോ, അമ്മയ്ക്ക് ആക്ച്വലി ഇച്ചിരി പുളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് എക്സ്പ്രഷൻസ് കൂടുതലാണ്. എനിക്കും അനിയനും പിന്നെ ഇതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ ഞങ്ങളൊരു ചിയേഴ്സൊക്കെ അടിച്ചിട്ട് വൈൻ കുടിച്ചു. കുറേശ്ശെ മാത്രമേ കുടിച്ചുള്ളൂ. ആ കാലിയായിട്ടിരിക്കുന്ന 3 ഗ്ലാസ് ഞങ്ങളുടേതാണ്, ആ നിറഞ്ഞിരിക്കുന്ന ഗ്ലാസ് അമ്മയുടെയാണ്. അതുപോലെ വിശേഷ ദിവസങ്ങളിൽ പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അമ്മച്ചി ഞങ്ങളുടെ അമ്മയെ വഴക്ക് പറയുമായിരിക്കും. അമ്മയ്ക്ക് നല്ല പേടിയാണ് അമ്മയുടെ അമ്മ ഇപ്പോഴും. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇന്ന് എന്തായാലും വീട്ടിൽ വെക്കാൻ പറ്റില്ല, നമ്മൾ പുറത്തു പോയാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ നിന്ന് എന്തായാലും ഇവർ ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്, നമുക്ക് പുറത്തു പോയി നല്ല ഭക്ഷണം കഴിക്കാമല്ലോ. എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്ത് തന്നെയല്ലേ കഴിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് വേറെ ഏതെങ്കിലും നാട്ടിലാണെങ്കിലും അമ്മയും പപ്പ ഇതുപോലെ എല്ലാ ഈസ്റ്ററും പുറത്ത് കൊണ്ടുവരണം. അതിനാണ് ഞാൻ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, ഞാനും വിമലയും കൂടെ ഒറ്റയ്ക്ക് എടുത്തു വെച്ചു. എനിക്ക് ഫസ്റ്റ് കാശ് എവിടെ നിന്നും കിട്ടുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് എൻ്റെ ചേച്ചിക്ക് ഒരു ഫോൺ മേടിച്ചു കൊടുക്കും. അതെ, ഇത്രയും ദാരിദ്ര്യം പിടിച്ച് ഞാനും അടുത്ത വർഷം ഞാനും എൻ്റെ ഭാര്യയും ജീവിച്ചിരിക്കുവാണെങ്കിൽ ഇവിടെ വന്ന് ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതിപ്പോ മക്കള് കൊണ്ടുവന്നാ പോരെ? പോരെ, തന്നെ വരണോ? തന്നെ വരാൻ പറ്റുമെങ്കിൽ. അഹങ്കാരം ഇതൊക്കെ അഹങ്കാരം, പ്രായമാകുമ്പോൾ അഹങ്കാരം. മോള് കൊണ്ടുവന്നതിൽ അപ്പൊ സന്തോഷമില്ലേ? ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മൾ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും മാക്സിമം കുറച്ച് മാത്രമേ പോർഷൻസ് ഓർഡർ ചെയ്യാറുള്ളൂ. ഒരുപാട് ഓർഡർ ചെയ്ത് ഫുഡ് വേസ്റ്റ് ആക്കാറില്ല. വേണമെങ്കിൽ നമ്മൾ പിന്നെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ വത്തിക്കാൻ മീൽസ് ആക്ച്വലി നമ്മൾ 4 പേരുണ്ടെങ്കിൽ നമ്മൾ 2 മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കഴിക്കുന്നതിൻ്റെ അളവ് ഭയങ്കര കുറവാണ്. അമ്മ മാത്രമേ ഉള്ളൂ അത്യാവശ്യം കഴിക്കുന്നത്, ബാക്കി എല്ലാവരും വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ വത്തിക്കാൻ മീൽസിൽ വന്നിരിക്കുന്ന സാധനങ്ങൾ കാണും ഗൈസ്. നമ്മൾ 2 വത്തിക്കാൻ മീൽസ് ആണ് പറഞ്ഞതെങ്കിലും അവർ 4 പേർക്കുള്ള 4 ഇലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ അപ്പം, വട്ടയപ്പം, അതേപോലെ പിടി, പിന്നെ താറാവ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്ക്. ഞാനിവിടെ സൈഡിൽ അവരുടെ മെനു കാണിക്കാം, വത്തിക്കാൻ മീൽസിൻ്റെ മെനു കാണിക്കാം. അത്രയ്ക്ക് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അവരുടെ സർവീസ് ആക്ച്വലി അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നല്ലപോലെ ക്ഷീണിച്ചു. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ മതിയായിരുന്നു. പക്ഷേ കോട്ടയം വരെ വന്നതുകൊണ്ട് പപ്പായ്ക്കും അമ്മയ്ക്കും ലുലുവിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാര്യമില്ലാണ്ട് നമ്മൾ നേരെ ലുലുവിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ അവിടെ ഈ മീനെ കണ്ടത്. മീനെ കണ്ടപ്പോഴത്തേക്കും കലയ്ക്ക് ഇതിലൊരു മീൻ, അവന് മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഇതിലേതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്താലോ എന്നോർത്ത് മീനിനെ കുറേ നോക്കി, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവൻ അയച്ചു കൊടുത്തു. പിന്നെ എനിക്കിതിനങ്ങനെ നോക്കിയെടുക്കാനൊന്നും അറിയില്ല. എൻ്റെ പേടി എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന മീൻ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും മരിച്ചു പോകുമെന്നായിരുന്നു എൻ്റെ പേടി. അപ്പം ഞാനിങ്ങനെ വിരളൊക്കെ വെച്ച് തട്ടി അനക്കിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഫൈനലി എനിക്ക് തോന്നിയ ജീവനുണ്ടോ തോന്നി ഒരെണ്ണം എടുത്തു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാനൊരു മീനെ വാങ്ങിച്ചു ഗായ്സ്. ഞാൻ അത്ഭുതം. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല, നേരെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകണം. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനാണെങ്കിൽ വ്ളോഗൊന്നും എടുക്കാതിരുന്നതാണ്. അപ്പോഴാണ് അപ്പോൾ എന്നെ ഓർപ്പിച്ചടി നീ വ്ളോഗ് എടുക്കുന്നില്ലേ ഇത് പറഞ്ഞ് എന്നേക്കാൾ ആത്മാർത്ഥതയാണ് എൻ്റെ കൂടെ ഉള്ളവർക്ക്. അങ്ങനെ ഇതാണ് ക്ലോസിങ് ഫുട്ടേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബൈ.